അല്ല അത് അവരുടെ ഒരു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതമില്ല ഇതിൽ. കാരണം ഒരു ഉന്മൂലനം എന്ന് പറയുന്നത് അവരുടെ ഒരു അജണ്ടയാണ്. അത് മിഷനറിമാരും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആഭ്യന്തര ശത്രുക്കളാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ടുള്ള ആക്രമണം ആദ്യം തന്നെ തുടങ്ങിയതാണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. മൈനോറിറ്റിക്കെതിരായിട്ടുള്ളത് ഇപ്പോൾ പ്രകടമായിട്ട് തുടങ്ങി. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ കത്തോലിക്ക സഭയും അതുപോലെ തന്നെ വിവിധ സഭകളുടെയും മതമേലധ്യക്ഷന്മാർ ഇതിൽ ഒരു ക്ഷമാപണം നടത്തേണ്ടതുണ്ട് പൊതുസമൂഹത്തോട്. കാരണം കേരളത്തിൽ നിന്ന് ആദ്യമായി ഒരു BJPയുടെ MP ലോകസഭയിലേക്ക് എത്തിച്ചത് ഈ വിഭാഗമാണ്. അത് അംഗീകരിച്ച് പോകണം ആദ്യം. ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ള തെറ്റിൽ പൊതുവിൽ മതന്യൂനപക്ഷത്തോടും കേരളത്തിലെ മതനിരപേക്ഷ ബോധത്തോടും ഞങ്ങൾ ചെയ്തിട്ട് വലിയ കടുത്ത അനീതിയാണ് ഞങ്ങൾ ചെയ്തത് എന്ന് ഒരു കുറ്റബോധത്തോടു കൂടി പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവർ ക്ഷമാപണം നടത്തണം. ഇതുവരെ സുരേഷ് ഗോപിയെ ജയിപ്പിച്ച ആ വിഭാഗത്തെ ഈ രൂപത്തിൽ വേട്ടയാടുമ്പോൾ ഒരു MP എന്നുള്ള നിലയിൽ, ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രതികരിക്കാതിരിക്കുന്നത് അത്ഭുതമായിട്ടാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് തോന്നുന്നത്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ഇല്ല. കാരണം ഞങ്ങളിത് ആദ്യം പ്രതീക്ഷിച്ചതാണ്. ഇപ്പോൾ ആദ്യം വിചാരിച്ചത് എന്താ, ഇതോടുകൂടി പ്രശ്നം തീർന്നു എന്നല്ലേ. ഇപ്പോൾ റീസെയിലും തുടങ്ങി ഇല്ലേ. ഒരു ബിഷപ്പ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിനന്ദനം അർപ്പിച്ചത് പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കുമല്ലേ അല്ലേ, തലശ്ശേരിയിലുള്ള അല്ലേ. ഇപ്പോൾ റബ്ബറിന് 300 രൂപ കൂട്ടി തന്നാൽ ഞങ്ങൾ BJPക്കാരെ ജയിപ്പിക്കാമെന്ന് പറഞ്ഞ മതമേലധ്യക്ഷനാണ് അദ്ദേഹം. കൂടുതൽ അതെ തിരിച്ചറിവ് ഇനിയെങ്കിലും പോകണം. തിരിച്ചറിവ് അവർ പറഞ്ഞില്ലേ, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫാദർ പറഞ്ഞില്ലേ, കേരളത്തിൽ പറയുന്ന പോലെയൊന്നും ഇവിടെ പറയാൻ പറ്റില്ല, ഞങ്ങൾക്കൊന്നും പറയാനേ പറ്റില്ല. ആശങ്കയാണ്. പാലസ്തീനിലെ മുസ്ലിം ജനസാമാന്യത്തിനെതിരായി ഈ ഫാസിസ്റ്റ് ശക്തികൾ നടത്തുന്ന മറ്റൊരു ഉന്മൂലന സംവിധാനത്തിൻ്റെ വേറൊരു ശൈലിയാണ് ഇവിടെ കാണുന്നത്.